മണി മാജിക്കിലേക്ക് സ്വാഗതം. മനുഷ്യനാൽ ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെടുകയും എന്നാൽ ചരിത്രാതീത കാലം മുതൽ മനുഷ്യന്റെ അധ്വാനഭാരം ലഘൂകരിക്കാൻ കൂടെ നിൽക്കുകയും ചെയ്ത മൃഗമാണ് കഴുത. വിഡ്ഢിത്തത്തിന്റെ പര്യായമായി പലപ്പോഴും കഴുതകളെ നാം മുദ്രകുത്താറുണ്ടെങ്കിലും ആധുനിക സാമ്പത്തിക ലോകത്ത് കഴുതകൾ വെറുമൊരു ഭാരം ചുമക്കുന്ന മൃഗമല്ല, മറിച്ച് ലക്ഷങ്ങൾ കൊയ്യുന്ന ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഭാഗമാണ്. ഇന്ത്യയിൽ കഴുതകളുടെ എണ്ണത്തിൽ അടുത്ത കാലത്തുണ്ടായ ഭയാനകമായ കുറവ് പരിഹരിക്കാനും ഈ മേഖലയിലെ സാമ്പത്തിക സാധ്യതകൾ കർഷകരിലേക്ക് എത്തിക്കാനുമായി കേന്ദ്ര സർക്കാർ ഇപ്പോൾ വിപ്ലവകരമായ ഒരു പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷന്റെ ഭാഗമായി കഴുത വളർത്തൽ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നവർക്ക് 50 ലക്ഷം രൂപ വരെ ധനസഹായം നൽകാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം കന്നുകാലി വളർത്തൽ മേഖലയിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ കഴുതകളുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ കണക്കുകൾ അങ്ങേയറ്റം ആശങ്കാജനകമാണ്. 2012 കന്നുകാലി സെൻസസ് പ്രകാരം രാജ്യത്ത് ഏകദേശം 3.2 ലക്ഷം കഴുതകൾ ഉണ്ടായിരുന്നുവെങ്കിൽ 2019 അത് വെറും 1.23 ലക്ഷമായി ചുരുങ്ങി. അതായത് വെറും 7 വർഷം കൊണ്ട് 60% ഇടിവാണ് ഈ മൃഗങ്ങളുടെ എണ്ണത്തിലുണ്ടായത്. ഗ്രാമീണ ഗതാഗതത്തിലും നിർമ്മാണ മേഖലയിലും കഴുതകൾ വഹിച്ചിരുന്ന പങ്ക് യന്ത്രവൽകൃത വാഹനങ്ങൾ ഏറ്റെടുത്തതോടെ ഈ മൃഗങ്ങളുടെ പ്രസക്തി കുറഞ്ഞുവെന്ന തെറ്റായ ധാരണ ജനങ്ങൾക്കിടയിൽ പടർന്നു. ഇതിൻ്റെ ഫലമായി കഴുതകളെ വളർത്തുന്നതിനോ സംരക്ഷിക്കുന്നതിനോ ആരും താല്പര്യം കാണിക്കാതെ വന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കഴുതകളെ സംരക്ഷിക്കുന്നതിനോടൊപ്പം അതൊരു ലാഭകരമായ സംരംഭമാക്കി മാറ്റാൻ കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. കഴുത വളർത്തൽ മേഖലയിലേക്ക് പുതിയ സംരംഭകരെ ആകർഷിക്കുന്നതിനായി സർക്കാർ വാഗ്ദാനം ചെയ്യുന്നത് ആകർഷകമായ സബ്സിഡി പദ്ധതികളാണ്. മൊത്തം പദ്ധതി ചെലവിൻ്റെ 50% വരെ മൂലധന സബ്സിഡിയായി സർക്കാർ നൽകുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ പരമാവധി 50 ലക്ഷം രൂപ വരെയാണ് ഈ ഇനത്തിൽ ലഭിക്കുക. കേവലം വ്യക്തികൾക്ക് മാത്രമല്ല, കർഷക ഉൽപ്പാദക സംഘടനകൾ അഥവാ FPOകൾ, സ്വയം സഹായ ഗ്രൂപ്പുകൾ, സഹകരണ സംഘങ്ങൾ, സെക്ഷൻ 8 കമ്പനികൾ തുടങ്ങിയവർക്കെല്ലാം ഈ സാമ്പത്തിക സഹായത്തിന് അപേക്ഷിക്കാം. നിലവിൽ പശുവിനെയും ആടിനെയും വളർത്തുന്നത് പോലെ അത്ര സുപരിചിതമല്ല കഴുത വളർത്തൽ എന്നതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ മത്സരം കുറവാണെന്നതും ആദ്യഘട്ടത്തിൽ എത്തുന്നവർക്ക് വലിയ മുൻതൂക്കം നൽകുന്നു. ഒരു കഴുത പ്രജനന കേന്ദ്രം അല്ലെങ്കിൽ ബ്രീഡിംഗ് ഫാം ആരംഭിക്കുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതിന് ഒരു യൂണിറ്റിൽ കുറഞ്ഞത് 50 പെൺകഴുതകളും 5 ആൺകഴുതകളും ഉണ്ടായിരിക്കണം. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്കും സാഹചര്യങ്ങൾക്കും ഇണങ്ങുന്ന തദ്ദേശീയമായ കഴുത ഇനങ്ങളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യമുള്ളതിനാൽ അത്തരം ഇനങ്ങളെ വളർത്തുന്നതിനാണ് മുൻഗണന നൽകുന്നത്. പദ്ധതിക്ക് ആവശ്യമായ അപേക്ഷകൾ nlm.udyamimitra.in എന്ന ഔദ്യോഗിക പോർട്ടൽ വഴി ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷയോടൊപ്പം വിശദമായ പ്രോജക്റ്റ് റിപ്പോർട്ടും സമർപ്പിക്കേണ്ടതുണ്ട്. ബാങ്കുകൾ ഈ പദ്ധതിക്ക് അംഗീകാരം നൽകിക്കഴിഞ്ഞാൽ സബ്സിഡിയുടെ ആദ്യ ഗഡു ലഭ്യമാകും. ഫാം നിർമ്മാണം പൂർത്തിയായി അധികൃതർ നേരിട്ട് പരിശോധന നടത്തി ഉറപ്പുവരുത്തിയ ശേഷമാണ് ബാക്കി തുക അനുവദിക്കുന്നത്. ഇനി കഴുത വളർത്തലിൽ എന്ത് ബിസിനസ് സാധ്യതയാണ് ഉള്ളതെന്ന് ചോദിക്കുന്നവർക്ക് മുന്നിൽ ലോക വിപണിയിലെ വലിയൊരു സത്യം വെളിപ്പെടുത്തേണ്ടതുണ്ട്. കഴുതപ്പാലിൻ്റെ വിപണി മൂല്യം അറിഞ്ഞാൽ ആരും അത്ഭുതപ്പെട്ടു പോകും. ആധുനിക വിപണിയിൽ ലിറ്ററിന് 5000 മുതൽ 7000 രൂപ വരെ വില ലഭിക്കുന്ന ഒന്നാണ് കഴുതപ്പാൽ. പശുവിൻ്റെ പാലിനെ അപേക്ഷിച്ച് പോഷക ഗുണങ്ങളിൽ ഏറെ മുന്നിലായ ഈ പാൽ പലപ്പോഴും സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെയും ഔഷധങ്ങളുടെയും നിർമ്മാണത്തിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ചരിത്രപ്രസിദ്ധമായ ക്ലിയോപാട്രയുടെ സൗന്ദര്യ രഹസ്യം കഴുതപ്പാലിലെ കുളിയായിരുന്നു എന്ന കഥകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇതിലെ വിറ്റാമിനുകളും ധാതുക്കളും ചർമ്മത്തെ മൃദുവാക്കാനും പ്രായം കുറയ്ക്കാനും സഹായിക്കുന്നു എന്ന കണ്ടെത്തലാണ് കോസ്മെറ്റിക് കമ്പനികളെ കഴുതപ്പാലിലേക്ക് ആകർഷിക്കുന്നത്. ഒരു കഴുത ഒരു ദിവസം നൽകുന്ന പാലിൻ്റെ അളവ് വളരെ കുറവായതിനാലാണ് ഇതിന് വിപണിയിൽ ഇത്രയേറെ ഡിമാൻഡ് വർദ്ധിക്കുന്നത്. ഇന്ത്യയെ പോലെ തന്നെ അയൽ രാജ്യമായ പാകിസ്ഥാനും കഴുത വളർത്തൽ മേഖലയെ ഗൗരവമായാണ് കാണുന്നത്. പാകിസ്ഥാനിൽ കഴുതകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനായി അവർ വലിയ തോതിലുള്ള ബ്രീഡിംഗ് ഫാമുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം ചൈനയിലേക്കുള്ള കയറ്റുമതിയാണ്. ചൈനീസ് പരമ്പരാഗത മരുന്നായ ഇജിയാവോ നിർമ്മിക്കുന്നതിന് കഴുതകളുടെ തോൽ വലിയ തോതിൽ ഉപയോഗിക്കുന്നു. കഴുതത്തോലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ജെലാറ്റിൻ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഈ ഉൽപ്പന്നത്തിന് ചൈനയിൽ വലിയ ഡിമാൻഡാണ്. രക്തചംക്രമണം വർദ്ധിപ്പിക്കാനും വിളർച്ച തടയാനും ഈ മരുന്ന് സഹായിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഇത്തരം അന്താരാഷ്ട്ര വിപണികളിലേക്ക് ഇന്ത്യയിലെ കഴുത ഉൽപ്പന്നങ്ങളെ എത്തിക്കാൻ സാധിച്ചാൽ അത് വലിയൊരു വിദേശ നാണ്യ വരുമാന മാർഗമായി മാറും. സാമ്പത്തിക ലാഭത്തിന് പുറമെ നമ്മുടെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുക എന്ന വലിയൊരു ദൗത്യം കൂടി ഈ പദ്ധതിക്ക് പിന്നിലുണ്ട്. ട്രാക്ടറുകളുടെയും ലോറികളുടെയും വരവോടെ ഗ്രാമീണ മേഖലകളിൽ നിന്ന് കഴുതകൾ ഏതാണ്ട് അപ്രത്യക്ഷമായി. കഴുതകളെ ഉപേക്ഷിക്കുന്ന പ്രവണത കൂടിയതോടെ അവ തെരുവുകളിലും വനപ്രദേശങ്ങളിലും അനാഥമാക്കപ്പെട്ടു.
ഇത് നമ്മുടെ തദ്ദേശീയമായ മൃഗ ഇനങ്ങളുടെ വംശനാശത്തിന് കാരണമാകുന്നുണ്ട്. സർക്കാർ നൽകുന്ന 50 ലക്ഷം രൂപയുടെ ഈ സാമ്പത്തിക ഉത്തേജനം സംരംഭകരെ ഈ മേഖലയിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ സഹായിക്കും. ഇതുവഴി മൃഗങ്ങളുടെ വംശവർദ്ധനവ് ഉറപ്പാക്കാനും ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും സാധിക്കും. കഴുത വളർത്തൽ പോലെ തന്നെ മറ്റു കന്നുകാലി വളർത്തൽ മേഖലകൾക്കും സർക്കാർ വലിയ പ്രോത്സാഹനമാണ് നൽകുന്നത്. പശു കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി ചെറുകിട കർഷകർക്ക് 1,60,000 രൂപ വരെ ഈടില്ലാതെ വായ്പ നൽകുന്ന പദ്ധതിയും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. അതുപോലെ രാഷ്ട്രീയ ഗോകുൽ മിഷൻ വഴി തദ്ദേശീയ പശുക്കളുടെയും എരുമകളുടെയും ഇനങ്ങൾ മെച്ചപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കുന്നു. എന്നാൽ കഴുത വളർത്തൽ എന്നത് തികച്ചും വ്യത്യസ്തവും ഉയർന്ന ലാഭസാധ്യതയുള്ളതുമായ ഒരു നിക്ഷേപ മേഖലയാണ്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കഴുതപ്പാൽ, പനീർ, സോപ്പ്, ലോഷൻ തുടങ്ങിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലേക്ക് കർഷകർ കടന്നു വന്നാൽ അത് കാർഷിക മേഖലയിലെ ഒരു വലിയ മുന്നേറ്റമായി മാറും. ചുരുക്കത്തിൽ കഴുതകളെക്കുറിച്ചുള്ള പഴയ പരിഹാസങ്ങൾ മാറ്റിവെച്ച് അവയെ ഒരു വലിയ ബിസിനസ് അവസരമായി കാണേണ്ട സമയമാണിത്. 50 ലക്ഷം രൂപയുടെ സബ്സിഡി എന്നത് ഒരു ചെറിയ തുകയല്ല. കൃത്യമായ ആസൂത്രണവും വിപണന തന്ത്രങ്ങളുമുണ്ടെങ്കിൽ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പോലും ഹൈടെക് കഴുത ഫാമുകൾ വലിയ വിജയകരമായി മാറും. ഇതിനായി സർക്കാർ നൽകുന്ന സാങ്കേതിക സഹായങ്ങളും പരിശീലനങ്ങളും പ്രയോജനപ്പെടുത്താൻ യുവാക്കളായ സംരംഭകർ മുന്നോട്ട് വരേണ്ടതുണ്ട്. വംശനാശത്തിൻ്റെ വക്കിലെത്തിയ ഒരു ജീവിവർഗത്തെ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ഉയർന്ന വരുമാനം നേടാൻ കഴിയുന്ന ഇത്തരം പദ്ധതികൾ നമ്മുടെ കാർഷിക ഭൂപടത്തെ തന്നെ മാറ്റിമറിക്കും എന്നതിൽ സംശയമില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.